ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അക്കങ്ങളും അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ച അപ്പോകാലിപ്റ്റിക് ലാംഗ്വേജിൽ എഴുതിയ ഈ പുസ്തകത്തെ ക്രിസ്മസ് സംഭവമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണിത്. വെളിപാട് പുസ്തകം എഴുതിയ യോഹന്നാൻ ശ്ലീഹായുടെ അരുമ ശിഷ്യനായിരുന്ന ബിഷപ്പ് പോളികാർപ്പ് റോമൻ ചക്രവർത്തിയെ ആരാധിക്കുവാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പോളികാർപ്പിന്റെ മറുപടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 86 വർഷം ഞാൻ യേശുവിനെ സേവിച്ചു. എന്റെ യേശു എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഞാൻ യേശുവിനെ ഒരിക്കലും തള്ളി പറയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ തീയിലിട്ട് കൊല്ലുവാൻ തീരുമാനിച്ചു. കൊല്ലും മുമ്പ് തനിക്ക് പ്രാർത്ഥിക്കുവാൻ അനുവാദം കിട്ടിയപ്പോൾ പോളികാർപ്പ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അദ്ദേഹത്തോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. വിൽ യു ലവ് മീ? വിൽ യു ഫോളോ മീ? അദ്ദേഹം യേശുവിനോട് ഉറപ്പിച്ചു പറഞ്ഞു, യെസ്, ഐ ലവ് യു ആൻഡ് ഐ വിൽ ഫോളോ യു. യേശുവിനായി ജീവിക്കുന്നതും മരിക്കുന്നതും പോലെ മറ്റൊരു ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു. പീഡനത്തിന്റെ വറുചട്ടിയിൽ കിടക്കുമ്പോഴും നാം ഏകനല്ലെന്നും മരണത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുമുള്ള ഉറച്ച വിശ്വാസം മുറുകെ പിടിക്കുവാൻ വെളിപാട് പുസ്തകം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കുന്ന വേദഭാഗത്ത് യോഹന്നാൻ 3 അടയാളങ്ങളാണ് കണ്ടത്. ഈ അടയാളങ്ങൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ഒരു മഹാസർപ്പം, 7 തലകളും 7 രാജമുടികളും 10 കൊമ്പുകളുമായി തീ നിറമുള്ള മഹാസർപ്പം. തിന്മയുടെ മൂർത്തിഭാവമായ സാത്താനെ ബൈബിളിൽ സർപ്പമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആദിമ സഭയുടെ മേൽ റോമൻ ഭരണാധികാരികളുടെ പീഡനത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുന്ന ദർശനമാണിത്. രണ്ടാമതായി, ഒരു സ്ത്രീ, സൂര്യനെ ധരിച്ചുകൊണ്ട് 12 നക്ഷത്രങ്ങളുള്ള കിരീടവുമായി ചന്ദ്രന്റെ മുകളിൽ പ്രസവ വേദനയോടെ നിൽക്കുന്ന സ്ത്രീ. ഇതാരാണ്? പുതിയ നിയമത്തിൽ സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. റോമ ഗവൺമെന്റിന്റെ കഠിന പീഡനത്തിൽ വെന്തുരുക്കുന്ന സഭയാണ് പ്രസവ വേദനയിൽ പുളയുന്ന സ്ത്രീയായി വിവരിച്ചിരിക്കുന്നത്. മൂന്നാമതായി, ഒരു ശിശു, ഇരുമ്പുകോൽ കൊണ്ട് സകലത്തെയും ഭരിക്കുന്ന ശിശു. മഹാസർപ്പത്തെ തകർക്കുവാനും അന്ധകാരത്തെ നിർമൂലമാക്കുവാനും തിന്മയെ ഉന്മൂലനം ചെയ്യുവാനുമാണ് യേശു ക്രിസ്തു ഒരു ശിശുവായി വന്നത്. ഏത് മഹാസർപ്പത്തിന്റെയും തല തകർക്കുവാൻ ശക്തനായവൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുമെന്ന് ഉൽപ്പത്തി 3:14 വായിക്കുന്നു. യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് നാം വായിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള ക്രിസ്തുവിന്റെ സഭയെ തകർക്കുവാൻ ഒരു പാതാള ഗോപുരത്തിനും സാധിക്കില്ല. യേശു ഇമ്മാനുവേലായി നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഓരോ ക്രിസ്മസും നമുക്ക് നൽകുന്നു. ക്രിസ്തുവിലൂടെ ഇരുട്ടിനെ വെളിച്ചമാക്കുവാനും തിന്മയുടെ മേൽ വിജയം കൈവരിക്കാനും പ്രതിബന്ധങ്ങളെ പദ്ധതികളാക്കുവാനും നന്മയുടെയും വെളിച്ചത്തിന്റെയും ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കുവാനും ഈ വർഷത്തെ ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള കർത്താവേ, പാപത്തിന്മേലും തിന്മയുടെ മേലും ജയമുള്ളവരായി ജീവിക്കുവാൻ, ദൈവരാജ്യ നിർമ്മിതിക്കായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.